നമുക്ക് ഉണ്ടാകുന്ന പച്ചക്കറികളും ഭയങ്കര ഡിമാൻഡാണ്. കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മളൊരു 9 മണിക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണി ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് പച്ചക്കറികളും തീരും. പച്ചക്കറിയും കപ്പയും പറഞ്ഞ പോലെ തണ്ണിമത്തനും ഒക്കെ തീരും. അങ്ങനെ നല്ല ഡിമാൻഡും ഉണ്ട്, നല്ല വിലയും കിട്ടും. അതിപ്പോൾ നമ്മുടെ ഒരു വിശ്വാസത്തിന് മേളിലാണ് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ ഉൽപ്പന്നം എന്തായാലും ഗുണനിലവാരമുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം വിപണി ഒരു പ്രശ്നമല്ല. ഇപ്പൊ തണ്ണിമത്തൻ ഈ പ്രാവശ്യം താങ്കളിപ്പം വിളവ് എടുത്ത് കഴിഞ്ഞു കാണും. എങ്ങനെയായിരുന്നു? നല്ല വിളവ് കിട്ടിയായിരുന്നു? നല്ല വിളവ് കിട്ടി. ഈ പ്രാവശ്യം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ കാക്കയുടെ കുറേ ശല്യം വന്ന കാരണം കുറച്ചു. പക്ഷേ ഇത്തവണ ഞാൻ അത് കണക്കാക്കി കുറച്ച് വലയൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് കാരണം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ രണ്ടാമത് ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതിനുള്ള ബെഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. സെക്കൻഡ് ക്രോപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വിളവ് ഇപ്പോൾ ഒരു മെയ് ആകുമ്പോഴത്തേനും നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. 2 മാസത്തെ 60 ദിവസത്തിനകം. അതെ. പിന്നെ ഒരു 2 മാസം നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ എല്ലാം മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. തണ്ണിമത്തനൊക്കെ എപ്പോഴും സീസണാണത്. എപ്പോഴും ഉണ്ടായാലും നല്ല മാർക്കറ്റാണ് അതിന്. ഇതിൻ്റെയൊക്കെ വിത്തൊക്കെ എവിടുന്നാണ്? പുറത്തുനിന്നാണോ വാങ്ങുന്നത്? ഞാൻ കൂടുതലും ഹൈബ്രിഡ് വിത്താണ് വാങ്ങിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് വിത്തുകളാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഞാൻ വിത്ത് വാങ്ങിച്ചാണ് പാകി കിളിപ്പിക്കുന്നത്. അത് ഇപ്പോൾ 15 ദിവസം പ്രായമായ തൈകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 രൂപ 3.5 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ സീഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 രൂപ അല്ല 75 പൈസയായ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് അത്രയും കൂടി പ്രോഫിറ്റാണ് നമ്മുടെ കൃഷിയിൽ. ഈ പ്രോഫിറ്റ് നമ്മുടെ കൃഷിയിലാണ് വരുന്നത്. അതെ. അപ്പോൾ ഈ നഴ്സറി എങ്ങനെ പോട്രയിലാണോ ചെയ്യുന്നത് അതോ അങ്ങനെ? നമ്മൾ പോട്രയിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ്, അതിനകത്ത് നമ്മൾ വെർമിക്കുലേറ്റ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ട്രെയിൽ നിറച്ചിട്ട് പാകിയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ വെണ്ടയാണ് പാകുന്നെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം കിളുത്ത് വരും. പിന്നെ വഴുതന മറ്റുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട്, പച്ചമുളകൊക്കെ ആണെങ്കിൽ 5 ദിവസം കൊണ്ട് കിളുത്ത് വരും. നമുക്കൊന്നും നഷ്ടം വരുന്നില്ല. അപ്പോൾ അത് ഡ്രൈയിൽ പല രീതിയിൽ പാകാം. ഇപ്പോൾ ഡ്രൈയിൽ പാകിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇങ്ങനെ പൊക്കി എടുക്കാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ട്, അത് പേപ്പർ. അതിനകത്ത് നമുക്ക് ഒരെണ്ണത്തിന് വേണം നട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കാം. പക്ഷെ അന്നേരം ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഡ്രൈ ആകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് 1 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് അതതിൻ്റെ ഒരു അനുസരിച്ചിരിക്കും. ഈ പച്ചമുളകൊക്കെ മുരിടിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള അനുയോജിത വിത്തൊക്കെ വാങ്ങിക്കത്തുള്ളൂ. അതെ. ഇപ്പൊ നമ്മള് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വെറൈറ്റി, സുലേഖ അങ്ങനെ എന്തോ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഏതായാലും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. അത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ്. അത് വലുതായിട്ട് കേട് വരുന്നില്ല. പിന്നെ ഇതിന് ഇലമുരടിപ്പാണ് വരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ സൾഫർ അടങ്ങിയ കീടനാശിനി കൊടുത്താൽ അത് പെട്ടെന്ന് പോകും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത്